ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ അടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ അന്നൊക്കെയും മുൻപുമൊക്കെ ഇത്തരത്തിലുള്ള പാക്കേജുകൾ, വികസന പദ്ധതികൾ ഒക്കെ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തത അവകാശപ്പെടണം. അതാണ് ശ്രീ പി എം മനോജ് പറഞ്ഞത്. കേരളത്തിൻ്റെ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നടത്തിയ യാത്രയിലടക്കം സാംശീകരിക്കപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ, അതാണ് കർഷകരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തൊഴിലാളി പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ദേശീയ ശരാശരിയുടെ 3 ഇരട്ടി ഒരു പക്ഷേ കേരളത്തിൽ അത്രത്തോളം ദൗർബല്യ അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിന് ഈ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയും വേണം. പൊതുവെ വിലയിരുത്തിയാൽ അല്ല, ഇത് പറയുമ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇതിനകത്ത് പ്രകടമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 5 വർഷം കൊണ്ട് 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നാണ്. 96-2001 ഇതേപോലെ പറഞ്ഞിരുന്നു. അവസാനം യുവാക്കളോട് പോയി പട്ടിയെ പിടിക്കാനാണ് പറഞ്ഞത്. തൊഴിൽ വേണമെങ്കിൽ പോയി പട്ടിയെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും പറയും, പുനഃപരിശോധിക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, ശ്രീ വൈക്കം വിശ്വൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ വാക്ക് പുനഃപരിശോധിക്കും, പ്രത്യേക ശ്രദ്ധ ചെലുത്തും. ഇതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കോൺക്രീറ്റ് ആയിട്ടൊരു കാര്യവും പറയുന്നില്ല. പകരം ഞങ്ങൾ ആലോചിക്കാം, ഞങ്ങൾ ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്താണ് വ്യക്തമായൊരു നിലപാട് പറയാത്തത്? മദ്യനയത്തെക്കുറിച്ച് എന്താണ് വ്യക്തമായി പറയത്തത്? അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, മദ്യനയം ഞങ്ങൾ തുടരും, പിന്നെ ഞങ്ങൾ പൂട്ടിയിട്ടില്ല എന്നൊക്കെ. എന്നാൽ പിന്നെ അദ്ദേഹം ആദ്യം തിരുത്തേണ്ടത് ആരെയാണ്? സീതാറാം യെച്ചൂരിയല്ലേ? അദ്ദേഹമല്ലേ പറഞ്ഞ ഈ 738 ബാറും തുറക്കത്തില്ല എന്ന്? അപ്പോൾ അദ്ദേഹം ആദ്യം തിരുത്തേണ്ട അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇത് ഒരു തട്ടിപ്പാണ്. ഈ പ്രകടന പത്രികയിൽ കാര്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് ഒന്ന്. ജ്യോതികുമാർ, മദ്യത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യക്തത ഒരു പക്ഷേ ഇന്ന് പറയാൻ കഴിഞ്ഞിട്ട് അതിന്റെ ശ്രീ പി എം മനോജിന് ബാധ്യതയുമുണ്ട് അത് വിശദീകരിക്കാനുള്ള. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ പ്രഖ്യാപനങ്ങൾ, കാരണം ഞാൻ അതിലേക്ക് വരാം. കാർഷിക മേഖല പരിശോധിച്ചാലും ഒക്കെയും പരിശോധിച്ചാൽ നിഴലിക്കാവുന്ന അല്ലെങ്കിൽ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യങ്ങളാണോ? കാർഷിക മേഖലയിൽ എന്തേ ഇത്രനാളും ഇച്ഛാശക്തിയോട് കൂടിയുള്ള പദ്ധതികൾക്കൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത് വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് വരിക, അത് ഉയർത്തി കാണിക്കുക സ്വാഭാവികമല്ലേ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നിർത്തോട്ടെ, എനിക്ക് പറയാനുള്ള അവസരം കൂടെ തരണം. ഇവിടെ കാർഷിക മേഖലയെക്കുറിച്ച് പറഞ്ഞു, റബ്ബറിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു പ്രകടന പത്രിക പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന്. റബ്ബറിൻ്റെ വില തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം നടത്തുന്ന ഒരു ബഡ്ജറ്റിന് അല്ല ഒരു പ്രകടന പത്രിക പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇത് അവരെ കൊണ്ടും കഴിയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. കാരണം ഇത് ഇവിടെയല്ല നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ. മറ്റൊന്ന് ഇപ്പോൾ ഐ ടി രംഗത്ത് വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിന് ഇൻ ടേംസ് ഓഫ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒന്നിൽ നിങ്ങൾ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ എക്സ്പോർട്ട് നടത്തുമെന്ന് പറയണം. അതിനൊക്കെ വിരുദ്ധമായിട്ട് ഞങ്ങൾ പിന്നെ 1.3 കോടി ചതുരശ്ര പിന്നെ സ്ക്വയർ ഫീറ്റാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, ഞങ്ങൾ 2.3 കോടി ആക്കും എന്നൊക്കെ പറയുന്നതിനപ്പുറമായിട്ട് പിന്നെ അതുപോലെ സ്വാശ്രയ മേഖലയിൽ സംവരണം നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും, ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ടൂറിസ്റ്റുകളെ 12 ലക്ഷം ഇപ്പോൾ ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളത് 24 ലക്ഷമൊക്കെ കൂട്ടാൻ ശ്രമിക്കും. കെൽട്രോൺ പുനരാരംഭിക്കും എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഇപ്പോൾ കെൽട്രോൺ പൂട്ടിയോ? എനിക്ക് മനസ്സിലാകുന്നില്ല. പഞ്ചായത്തുകൾ തോറും ലേബർ ബാങ്കുകൾ സൃഷ്ടിക്കും. അത് നല്ലതാണ്, കാരണം ബംഗാളിൽ നിന്ന് വരുന്നവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. കാരണം ഇവരുടെ അവിടുത്തെ 10-37 വർഷത്തെ പിന്നെ ഭരണം കൊണ്ട് അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തോറും ഇപ്പോൾ ഇല്ലീഗലായിട്ട് ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വിഴിഞ്ഞം, കണ്ണൂർ, കൊച്ചി സ്മാർട്ട് സിറ്റി ഇതൊക്കെ ഞങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇതൊക്കെ ശ്രീ പി എം മനോജിന് പറയാനുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. കാരണം ഇതൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്, അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതുപോലെ ഒരു നല്ല പ്രോജക്റ്റ് ഈ പ്രകടന പത്രികയിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? ഒറ്റ പ്രോജക്റ്റ്. എന്നെ പോലെയോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സാധാരണക്കാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം വിലക്കയറ്റം, അവൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾ, വിലക്കയറ്റം, അടിസ്ഥാന പ്രശ്നങ്ങൾ. ഒന്ന്, തൊഴിലില്ലായ്മ ഏൽക്കുന്ന ഒരു കുടുംബത്തിൽ പോലും ചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തൊഴിലില്ലായ്മ. ഈ 2 കാര്യങ്ങൾക്കും 5 വർഷത്തേക്ക് നമ്മൾ പൊതുവിതരണ സമ്പ്രദായം നമ്മുടേതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിപണിയെ പിടിച്ചു നിർത്തിയത് പൊതുവിതരണ ശൃംഖല വഴിയാണ്. ആ ശൃംഖലയിൽ 5 വർഷത്തേക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്തി സാധനങ്ങൾക്ക് വില ഉയർത്തില്ല എന്ന ഒരു പ്രഖ്യാപനം വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ട് മാത്രമാണോ? കാരണം അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട്. അതാണ് ബി എം മനോജ് ചോദിച്ചത്. മുൻപും ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലേ? പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയില്ലേ? ഈ പ്രഖ്യാപനങ്ങൾ ശ്ലാഘനീയമല്ലേ? അല്ല, ഞാൻ എല്ലാം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് മുന്നണിയായാലും പ്രകടന പത്രികകൾ ജനങ്ങൾക്ക് സമക്ഷം പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വയ്ക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അത് LDF ആയാലും UDF ആയാലും BJP മുന്നണി ആയാലും ആരായാലും ജനങ്ങളെ അട്രാക്ട് ചെയ്ത് അവരുടെ വോട്ട് നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റാനും അടുത്ത 5 വർഷം കൊണ്ട് ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും അവർ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖയാണ് വെക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനകത്ത് തെറ്റുകളൊന്നും പറയാൻ പറ്റില്ല. കാരണം പക്ഷേ ഇത് ഇലാക്കാൻ കഴിയും. അതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 5 വർഷത്തേക്ക് ഇനി വിലവർദ്ധന ഇല്ല എന്ന് പറയുമ്പോൾ പൊതുവിതരണ മേഖലയിലൂടെ ഏതൊക്കെ പ്രോഡക്ട്സിനാണ്? എല്ലാ കൺസ്യൂമബിൾസിനും ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അതെങ്ങനെ നടപ്പിലാക്കും? ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത എവിടെ നിന്ന് കണ്ടെത്തും? ഇത്തരത്തിൽ ഒട്ടനവധി
വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊരു രൂപരേഖ വയ്ക്കുമ്പോൾ നാളെ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത അവർ തന്നെ വരുത്തേണ്ടതുണ്ട്. പിന്നെ അപ്രഖ്യാപിത നിയമന നിരോധനം ഉള്ളതായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലൂടെ വായിച്ചെടുക്കാം. ഇവിടെ ഒരു നിയമന നിരോധനവും ഇല്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കഴിഞ്ഞ 5 വർഷത്തിൻ്റെക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു SC/ST സ്വകാര്യ മേഖലയിൽ സമരത്തെ സംബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തും. അതിനെന്താ ഒരു വ്യക്തത വരുത്താത്തത്? ആയുർവേദ സർവകലാശാല തുടങ്ങും. പഠിച്ചിട്ടാണോ തീരുമാനിച്ചിട്ടുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ പിന്നെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഓട്ടോണമിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓട്ടോണമിയെക്കുറിച്ച് അദ്ദേഹത്തിനോട് ആരോ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങ് അത് ശരി ഇത് ശരി എന്ന് അദ്ദേഹം പറഞ്ഞത്. അതല്ല വേണ്ട, അതിന് വ്യക്തത വേണ്ടേ? യെസ്, തീർച്ചയായും ഞാൻ 2 സാമ്പത്തിക വിദഗ്ധരിലേക്കും എത്തുന്നുണ്ട്. PM മനോജൻ എന്തായാലും ഒട്ടേറെ കാര്യങ്ങൾ ശ്രീ ജ്യോതികുമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം കൂടി നൽകേണ്ട ബാധ്യത കൂടി വരുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഒരുപക്ഷെ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ വിലയിരുത്തുമ്പോൾ IT മേഖലകൾ പരിശോധിക്കണം, സാമ്പത്തിക മേഖലകൾ പൊതുവെ വിലയിരുത്തുമ്പോൾ ദുർബലമായ സാമ്പത്തിക മേഖല അതിനെപ്പോഴും എക്കാലത്തും ഉണർവ് പകരുന്ന രീതിയിൽ കാർഷിക മേഖല പരിശോധിക്കുക. നമ്മളുടെ നാണ്യ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെയും ഉണ്ടായിട്ടുള്ള ദുർബലാവസ്ഥ, അതിൽ നിന്നൊരു മോചനം, ഒപ്പം തന്നെ നിക്ഷേപത്തിന് സൗഹൃദാന്തരീക്ഷം ഒരുക്കുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം. എപ്പോഴും നിക്ഷേപകരെ കേരളത്തിൽ നിന്നും അകറ്റുന്നത് പല രീതിയിലുള്ള അടിസ്ഥാന റോഡ്, ജലം, വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള വികസനത്തിലെ മുരടിപ്പുകൾ, ഇതൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രേഖയാണോ, ഒരു പ്രകടന പത്രികയാണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? പൊതുവെ വിലയിരുത്തുമ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ പ്രകടന പത്രിക പൊതുവേ നമ്മൾ വിലയിരുത്തുമ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മിക്കവാറും കാര്യങ്ങളെ ഇത് സമഗ്രമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന് നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് നിലവിലുള്ള UDF സർക്കാരിൻ്റെ കാലത്ത് ഓരോ മാസവും ഏതാണ്ട് 1000 കോടി രൂപ വീതം കടമെടുത്താണ് ഈ സംസ്ഥാനത്തിൻ്റെ നിത്യനിദാന ചെലവുകൾ നടത്തിക്കൊണ്ടുപോയിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പല പ്രാവശ്യം ബഡ്ജറ്റിലും അല്ലാതെയും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിട്ടുള്ള കൊമേഴ്സ്യൽ ടാക്സസിൻ്റെ വരുമാന വളർച്ചയിലുണ്ടായിട്ടുള്ള ഇടിവ്. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അതുകൂടാതെ പൊതുക്കടത്തിൻ്റെ തോത് 1,50,000 കോടി രൂപയിലേക്ക് ഉയരുന്നൊരു സാഹചര്യത്തിലേക്കും എത്തി. ഇതോടൊപ്പം തന്നെ അനുദിനമെന്നോണം ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. ഉദാഹരണത്തിന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി, ക്ഷേമ പെൻഷനുകളുടെ അടക്കമുള്ള കാര്യങ്ങളിൽ വർധന വരുത്തി, അങ്ങനെ നിരവധി കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ആനുപാതികമായിട്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഞാൻ താങ്കളിലേക്ക് അതാണ് ഒരു പോയിന്റ്. ശ്രീ KN ഗംഗാധരൻ, ഇവിടെ ശ്രീ BA പ്രകാശ് സൂചിപ്പിച്ചതും ഒരു പക്ഷേ ചൂണ്ടിക്കാട്ടിയതും അതാണ്. പ്രഖ്യാപനങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന, ഇന്നത്തെ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ്, ക്ഷേമ പെൻഷനുകൾ അടക്കം പരിശോധിച്ചാൽ. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, ഇന്നത്തെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയിൽ ഇതൊക്കെ നമുക്ക് സാധ്യമാകുമോ? ആ ഒരു ചോദ്യം പ്രസക്തമാണോ? ആ ചോദ്യത്തിന് ഉത്തരം നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ ധനസ്ഥിതി താരതമ്യേന വളരെ ദുർബലമാണ്. ആ ദുർബലാവസ്ഥയ്ക്ക് കാരണം പിരിക്കാൻ കഴിയുന്ന നികുതി സമാഹരണം നടത്താതെ പോയതാണ്. അത് നമ്മുടെ ഈ ഏത് കണക്ക് എന്ന് പരിശോധിച്ചാലും കാണാം. CAG റിപ്പോർട്ടുകൾ, കഴിഞ്ഞ 3-4 വർഷത്തെ CAG റിപ്പോർട്ടുകൾ അത് അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന നികുതികൾ പിരിക്കുക, അധികം നികുതി ചുമത്താതെ തന്നെ ധനസമാഹരണം നടത്താൻ കഴിയും എന്നുള്ളത് മുൻപ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഇത് തെളിയിക്കാൻ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ പറഞ്ഞാൽ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ 35 ഇന പരിപാടിയിൽ ഏതിൽ നിന്ന് തുടങ്ങിയാലും മറ്റു പലതിലേക്കും നമുക്ക് ഇത് എത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇവ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി, എൻ്റെ ശ്രദ്ധയിൽ വന്നത്, കേരളത്തിന് തനതായ വളർച്ച ലക്ഷ്യമാക്കുന്നു എന്നുള്ളതാണ്. തനതായ വളർച്ച. ഇന്നിപ്പോൾ റബ്ബർ കൃഷിക്കാരും കുരുമുളക് കൃഷിക്കാരും എല്ലാം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നം ആഗോളതല എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തനതായ വളർച്ച ലക്ഷ്യമാക്കണം. അതിന് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ധാരാളം നിർദ്ദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ടതായിട്ട് ഈ ശ്രദ്ധയിൽ തോന്നിയത് നെൽകൃഷിക്കാർക്ക് റോയൽറ്റി കൊടുക്കണം എന്നുള്ളതാണ്.
സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു നെൽകൃഷിക്കാരന് ശരാശരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന അത്രയും ശമ്പളം ഒരു വരുമാനമെങ്കിലും ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കണം ഈ രംഗത്തെ പരിഷ്കാരങ്ങളെന്നാണ്. അത്രമുതൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ റോയൽറ്റി കൊടുക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത വ്യവസായ ശൃംഖല സ്ഥാപിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, അത് റബ്ബറിന്റെ കാര്യങ്ങളും കൂടി പ്രസക്തമാകുന്നുണ്ട്. റബ്ബറിന്റെ കാര്യങ്ങൾ പ്രസക്തമാകുന്നു. പ്രത്യേകിച്ച് ഈ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന വിലയിടിവ്, അതിൽ നിന്ന് വലിയൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു നയത്തിൽ നിന്നും പിന്മാറി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കർഷകരെ രക്ഷിക്കാനുള്ള പരിപാടി ഇതിലുണ്ടെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശ്രീ BA പ്രകാശ്, അവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ ഇച്ഛാശക്തി ശ്രീ PM മനോജ് പറയുന്നതുമാണ്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇവിടെ അതിന് ആനുപാതികമായി പറഞ്ഞ കാര്യം പിരിച്ചെടുക്കേണ്ട നികുതിയുടെ കാര്യത്തിൽ ശ്രീ KN ഗംഗാധരൻ ചേർത്ത് വെച്ച കാര്യങ്ങൾ, ഇതൊക്കെയും നമ്മൾ തുറക്കാതെ അല്ലെങ്കിൽ വഴി തുറക്കില്ല എന്ന് പിടിവാശി, പക്ഷേ തുറന്നു പോകാൻ കഴിയും, അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി പുനഃപരിശോധിക്കുന്ന ഒരു ഘട്ടം അത് വരുന്നെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടേ? അല്ല, അതായത് ഇതിലെ പ്രപ്പോസൽസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അപ്പോൾ ഈ പ്രകടന പത്രിക തുടങ്ങുന്നത് തന്നെ കേരളം ഇതുവരെ നേടിയ നേട്ടങ്ങൾ മുഴുവനും UDF സർക്കാരിൻ്റെ ഭരണം മൂലം ഇല്ലാതായി എന്നുള്ളതാണ്. ഇത് വസ്തുതകൾക്കോ സ്ഥിതിവിവര കണക്കുകൾക്കോ യോജിക്കുന്നതല്ല. ഞാനൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ പിന്നീട് നമ്മുടെ കേന്ദ്ര സർക്കാർ എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ എക്കണോമിക് സർവേയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ക്ഷേമ, അതായത് പോവർട്ടി മുതൽ മറ്റെല്ലാ കാര്യങ്ങളെ പറ്റി ഒരു കമ്പാരിറ്റീവ് ഒരു പിക്ചർ തരുന്നു. അതനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണെന്ന്. 7.1% പോവർട്ടി ലൈന് താഴെ. നേരത്തെ നമ്മൾ 3-4 സ്ഥാനത്തായിരുന്നു. ഇന്നിപ്പോൾ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. തൊഴിലില്ലായ്മ പരിശോധിച്ചാൽ തൊഴിലില്ലായ്മ തീർച്ചയായിട്ടും, അതായത് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ കേരളത്തിൽ കൂടുതലാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ദാരിദ്ര്യം അല്ലല്ല, മറ്റു കാര്യങ്ങൾ ഞാൻ ദാരിദ്ര്യം എടുക്കട്ടെ. എന്തുകൊണ്ട് ഇത്രയും ദാരിദ്ര്യം ഇവിടെ കുറഞ്ഞു? അതായത് ഇവിടെ ഇപ്പോൾ 37 ലക്ഷം പേർക്ക് ഈ ഗവൺമെൻറ്, അതായത് പ്രതിമാസം പിന്നീട് വിവിധ ക്ഷേമ പെൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 3.35 ലക്ഷം ചെറുകിട കർഷകർക്ക് 600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണക്കെൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതെടുത്ത് നോക്കിയാൽ അറിയാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ കാരുണ്യ ചികിത്സാ പദ്ധതി വഴി ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കൊടുത്തു. ഏതാണ്ട് 1.7 ലക്ഷം പേർക്ക് പിന്നീട് IAY സ്കീം അനുസരിച്ച് ഹൗസിങ്ങിന് സർക്കാർ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിന്നെ വീട് വയ്ക്കാൻ ആനുകൂല്യം കൊടുത്തു. അപ്പോൾ ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാധാരണ ജനങ്ങളുടെ ക്ഷേമ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ്. ഇതെല്ലാം വസ്തുതകളാണ് ഞാൻ ഈ പറയുന്നത്. ഈ വസ്തുതകളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ ഒന്നും നടന്നില്ല, കേരളം മുഴുവനും നശിച്ചു എന്ന് പറയുന്നതിന് എന്താണ് അടിസ്ഥാനം? ശ്രീ PM മനോജ് മറുപടി. കാരണം ഞാൻ മനോജിലേക്ക് വരുന്നു ഒരു ക്ലാരിഫിക്കേഷൻ. ഈ ദാരിദ്ര്യം കുറച്ചു കഴിഞ്ഞ മുൻ UDF സർക്കാരിൻ്റെ ഭരണ കൊണ്ട് ദാരിദ്ര്യം കുറഞ്ഞു എന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വലിയ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്, EMS സർക്കാരാണ്. ആ EMS സർക്കാർ നടപ്പാക്കിയ ഭൂപരിഷ്കരണം അതിന് തുടർച്ചയാണ് പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തിയത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ആത്യന്തിക ഫലമായിട്ടാണ് കേരളത്തിൽ ദാരിദ്ര്യം കുറയാൻ കാരണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ലത്. ശ്രീ മനോജ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ട്. കാരണം അവിടെ ശ്രീ ജ്യോതികുമാർ ഉന്നയിച്ച തുടക്കം മുതൽ പ്രകടന പത്രികയുടെ അടക്കമുള്ള ക്ലാരിഫിക്കേഷൻ. LDF ഗവൺമെന്റിന്റെ കാലത്ത് 7.6% ആയിരുന്നു കേരളത്തിലെ വളർച്ചാ നിരക്ക്. ഇപ്പോൾ 6.1%. എങ്ങനെയാണ് ആ കണക്ക്? ഈ കണക്ക് കൊണ്ട് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറുമെങ്കിൽ ഇദ്ദേഹം ഉമ്മൻചാണ്ടി എല്ലാം പറയുന്നത് കൊണ്ട് വിശപ്പ് മാറേണ്ടതാണ്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. കണക്കുകൾ ഞാൻ പറഞ്ഞ കണക്കുകൾ വസ്തുതാപരമല്ല എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങളെ ശ്രീ മനോജ് പറഞ്ഞോളൂ വ്യക്തമായി. അതുകൊണ്ട് ഈ കണക്കല്ല യാഥാർത്ഥ്യം. ഈ കണക്ക് സൂചിപ്പിക്കുന്നതുമല്ല യാഥാർത്ഥ്യം. മറിച്ച് കേരളം ഏറ്റവും വലിയ കടക്കടിയിലാണ്.
കേരളത്തിലെ വികസനം സ്തംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാർഷിക വളർച്ച -4.67% ആയി മാറിയിരിക്കുന്നു. അത് ആസൂത്രണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ അടക്കം ഊന്നി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഓരോ രംഗത്തും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നുള്ള പ്രതിസന്ധി. അത് മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ ഈ കണക്ക് കൊണ്ട് പായസം വെച്ച് കുടിക്കുക എന്നുള്ളതല്ല ഏർപ്പാട്. ഒന്ന്. രണ്ടാമത്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സീതാറാം യെച്ചൂരി മദ്യനയമൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. കേരളത്തിൽ മദ്യത്തിൻ്റെ വിപത്ത് എത്രമാത്രം ഉണ്ടെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും കൃത്യമായിട്ട് പറയുന്ന ഒരു പ്രകടന പത്രികയാണെന്ന് വെച്ചിട്ടുള്ളത്. അവിടെ വ്യക്തത വരുത്തിയിട്ടുണ്ടോ? കാരണം ശ്രീ ജ്യോതികുമാറിന്റെ മറുപടി, കാരണം രാഷ്ട്രീയമായി അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യമാണ്, മദ്യത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ഇന്നത്തെ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തുള്ളി മദ്യം പോലും അധികം വിളമ്പാത്ത, ഒരു തരത്തിലും മദ്യ വ്യാപനം സാധ്യമാകാത്ത മദ്യനയം നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. മദ്യനയം എന്ന് പറയുന്നത് ഇന്ന് പിന്നെ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഒറ്റയടിക്ക് 6 ബാർ അനുവദിക്കുകയും ചെയ്ത ഏർപ്പാടല്ല. മറിച്ച് ഇവർ കോൺഗ്രസ്സുകാരിൽ ഒരുപാട് മദ്യവർജന സമിതിക്കാരൊക്കെ ഉണ്ട്. അവരും ഞങ്ങളും തോളോട് തോൾ ചേർന്ന് കേരളത്തെ മദ്യവിമുക്തമാക്കാനുള്ള പ്രസ്ഥാനം സംഘടിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അത് മദ്യം മാത്രമല്ല തടയുക, അതോടൊപ്പം ഇന്ന് വ്യാപകമായി കേരളത്തെ കാർന്നു നിന്ന് മയക്കുമരുന്ന് അതുപോലുള്ള വിപത്തുകളും തടയാനുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ കാണിക്കുമെന്ന പ്രഖ്യാപനം ഈ പ്രകടന പത്രികയിലുണ്ട്. യെസ്, തീർച്ചയായും ഞാൻ ജ്യോതികുമാറിലേക്കും ഒപ്പം മറ്റ് സാമ്പത്തിക വിദഗ്ധരിലേക്കും. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ കേരളത്തിൻ്റെ തനത് രീതി പരിശോധിച്ചാൽ നിക്ഷേപ സൗഹൃദം അതാണ് വേണ്ടത്. അവിടേക്ക് വരുമ്പോൾ പലപ്പോഴും നിക്ഷേപവുമായി വരുന്നവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇവിടുത്തെ റോഡുകളുടെ വികസനം, റോഡുകളുടെ ശോച്യാവസ്ഥ വളരെ പ്രധാനമാണ്. 2, വൈദ്യുതി ഇല്ല. 3, ഈ പറയുന്ന രീതിയിൽ ജലമടക്കം അവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, നിക്ഷേപ സൗഹൃദം ഉണ്ടാകുന്നില്ല. IT-യിലേക്ക് അടക്കം പരിശോധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ രീതിയിലുള്ള പുതിയ സാഹചര്യങ്ങൾ മാറേണ്ടതുണ്ട്. വൈദ്യുതി വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. വൈദ്യുതിയുടെ കാര്യത്തിൽ ഏകദേശം 1500 മെഗാവാട്ട് 2000 മെഗാവാട്ടോളം വൈദ്യുതി ഉൽപ്പാദനം ഒക്കെ ഉറപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ള പ്രകടന പത്രിക. ഇതൊക്കെയും നോക്കുമ്പോൾ നിക്ഷേപകർക്ക് എത്രത്തോളം സൗകര്യം ഒരുക്കുന്ന അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഒപ്പം വെല്ലുവിളി ഉയർത്തുന്നത് വ്യാവസായിക വികസനത്തിനൊപ്പം പരിസ്ഥിതിയുടെ സംരക്ഷണം. ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണവും ഒപ്പം ഈ വ്യാവസായിക വളർച്ചയും. രണ്ടിനെയും തുലനം ചെയ്തുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ഇതൊക്കെ ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ ഈ വെല്ലുവിളികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊക്കെയും പ്രഖ്യാപനങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഈ പ്രകടന പത്രികയിൽ വളരെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരു സൗകര്യങ്ങളും നമ്മൾ കൊടുത്തില്ലെങ്കിലും അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുത്താൽ തന്നെ നിക്ഷേപ സൗഹൃദമായിട്ട് ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ പ്രദേശം മാറും. കാരണം നല്ല റോഡുകൾ, നല്ല മറ്റ് സൗകര്യങ്ങൾ, ജലം, വൈദ്യുതി തുടങ്ങിയവയെല്ലാം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്തേക്ക് വ്യവസായങ്ങൾ ഒഴുകിയെത്തുന്നൊരു സ്ഥിതി ഉണ്ടാവും. ആ കാര്യത്തിൽ നൽകിയിരിക്കുന്ന ഊന്നൽ വളരെ ശ്രദ്ധേയമാണ്. ആ കാര്യത്തിൽ LDF വളരെ മുമ്പോട്ട് ആ പ്രകടന പത്രികയിൽ പറയുന്നത് പോലെ തന്നെ മുമ്പോട്ട് പോകും, നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയും വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിനകത്ത് ഈ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യം ടൂറിസം രംഗത്തിന് കൊടുത്തിരിക്കുന്ന ഊന്നലാണ്. ടൂറിസം രംഗം ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണവുമായിട്ടാണ്. കാരണം നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ പ്രകൃതി ദൃശ്യങ്ങളും ഒക്കെ ആസ്വദിക്കുന്നതിനാണ് വരുന്നത്. അവിടെ ക്ലീൻ ആയിരിക്കുക, ആ ക്ലീൻ ആയിരിക്കുക എന്ന് പറയുന്ന ആ സന്ദേശത്തിന്, ആ ഒരു അടിസ്ഥാന ആവശ്യത്തിന് പ്രകടന പത്രിക ഊന്നൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്ന് പറയുന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ചില കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങളിൽ ഒരു ചെറിയ വിമർശനങ്ങൾ, ഒരു ഉദാഹരണത്തിന് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തുള്ള വലിയ പ്രോത്സാഹനം പറയുന്നുണ്ട്. വാസ്തവത്തിൽ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു താഴോട്ട് പോകുന്ന ഒരു ദിശയിലാണ് കാര്യങ്ങൾ. കുറച്ച് നാൾ സ്റ്റാർട്ടപ്പ് ഒരു ഫാഷൻ പോലെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ആ രീതിയിലുള്ളൊരു കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകാൻ കഴിയുമോ? ഇപ്പോൾ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ സ്റ്റാർട്ടപ്പുകൾ നിരവധി ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അതുകൊണ്ട് IT മേഖലയെ സംബന്ധിച്ച്
ആ രംഗത്ത് നിക്ഷേപം വരുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വലിയ ഇടപെടൽ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരികയും അവിടേക്ക് വലിയ വലിയ കമ്പനികളെ ആശ്രയിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന വലിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിലുള്ളൊരു വികസനമാണ് അവിടെ അഭികാമ്യം. മറ്റൊന്ന്, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ എല്ലാം വേണ്ട ഒരു അടിസ്ഥാന കാര്യം, ഒരു വ്യവസായ സംരംഭകൻ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും, ഉദാഹരണത്തിന് സിംഗിൾ വിൻഡോ, ഏകജാലകം എന്ന് ഇതിനകത്തും നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എത്ര കാലമായി നമ്മൾ സിംഗിൾ വിൻഡോ, ഏകജാലകം എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇത് 30 ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ശ്രീ പിണറായി വിജയൻ നേരത്തെ ഒരു ചർച്ചയിലുമൊക്കെ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തൊരു ഇതിൽ പറയുകയുണ്ടായി. അതാണ് പ്രശ്നം. ഒരു സംരംഭകൻ വന്നു കഴിഞ്ഞാൽ അവൻ ബ്യൂറോക്രസിയുടെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലങ്ങളിലെയൊക്കെ കെട്ടുപാടുകളുമായിട്ട് കൂടിക്കുഴഞ്ഞ് അവൻ്റെ സമയവും അവൻ്റെ പണവും എനർജിയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണോ, കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തോ അല്ലെങ്കിൽ ഭരണത്തിലൊന്നും അടിസ്ഥാന സൗകര്യം ഒന്നുമേ മെച്ചപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഈ യാത്രയിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിലൊക്കെയും, അല്ലെങ്കിൽ നിക്ഷേപകരോ അല്ലെങ്കിൽ ചെറുകിട നിക്ഷേപകരോ ചെറുകിട ഈ വ്യാവസായിക മേഖലയിലുള്ള ആളുകളൊക്കെയും അത്തരത്തിലുള്ള വിലാപങ്ങൾ അല്ലെങ്കിൽ രോദനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ അടിസ്ഥാന മേഖലയ്ക്ക് കൂടുതൽ റോഡടക്കം നിക്ഷേപ സൗഹൃദം കൊണ്ടുവരണം എന്നൊരു ബാധ്യതയിലേക്ക് കേരളം പോകുന്നുണ്ട്? പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാനാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ് പ്രധാനം. ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞു. വൈദ്യുതി 2500 മെഗാവാട്ട് ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കും എന്നാണ് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷം എടുക്കുക, എത്ര മെഗാവാട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ വൈദ്യുതി? കഴിഞ്ഞ 96-ൽ അധികാരത്തിലേറിയ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭ വരുമ്പോൾ പവർ കട്ട്, ലോഡ് ഷെഡിങ് എല്ലാം കുഴപ്പമായിരുന്നു. അന്ന് പറഞ്ഞു ഞങ്ങൾ കേരളത്തെ വൈദ്യുതി സ്വയം പര്യാപ്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന്. ആ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1086 മെഗാവാട്ട് പുതിയ ഉൽപ്പാദനശേഷി കേരളത്തിൻ്റെ വൈദ്യുതി മേഖലയിൽ വർദ്ധിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അതായത് കേരള ചരിത്രത്തിൽ ഒരു ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും മികച്ച നേട്ടം ഉണ്ടാക്കിയിട്ടാണ്. അന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പദ്ധതി, ഒരു വൈദ്യുതി പദ്ധതി തുടങ്ങി 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് കമ്മീഷൻ ചെയ്യാനാവുന്ന നല്ലളം പദ്ധതി കോഴിക്കോട് അവസ്ഥ അന്നുണ്ടായി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ സ്ക്രൂട്ടിനൈസ് ചെയ്യുകയാണ് വേണ്ടത്. കഴിഞ്ഞ 5 വർഷം മുമ്പ് UDF ഗവൺമെൻറ് ഇവിടെ ഒരു പ്രകടന പത്രിക വെച്ചിരുന്നു. UDF അധികാരത്തിൽ വരുമ്പോൾ ആ പ്രകടന പത്രികയിൽ എത്ര കാര്യങ്ങൾ നടപ്പാക്കി നമ്മൾ ആദ്യം പരിശോധിക്കണം. ഇപ്പോൾ ഇനി നടപ്പാക്കാൻ പോകുന്ന LDFൻ്റെ പ്രകടന പത്രിക അങ്ങനെയാണോ ഇങ്ങനെയാണോ, അത് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്ന് പറയുന്നതിന് പകരം 5 വർഷം ഭരിച്ചിട്ടാണല്ലോ. 5 വർഷം ഭരിക്കുമ്പോൾ പുതിയൊരു പ്രകടന പത്രിക നാളെ വെക്കാൻ പോവാണ്. ജ്യോതികുമാർ ചാമക്കാലയുടെ കയ്യിൽ അതിൻ്റെ കണക്കൊക്കെ ഉണ്ട്, നാളെ വെക്കാൻ പോകണം. അതിനു മുമ്പ് കഴിഞ്ഞ 5 വർഷം, ഞങ്ങൾ 5 വർഷം മുമ്പ് 2011-ൽ ഇതാ ഈ ഒരു പ്രകടന പത്രിക നിങ്ങൾക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു. അതിൽ ഇന്ന കാര്യങ്ങൾ, കരിമണലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും നടന്നോ? അന്തർദേശീയ വിപണി ലക്ഷ്യമാക്കി ഇലക്ട്രോണിക് കളിപ്പാട്ട വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയിലും സർക്കാർ തലത്തിലും വരുമെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും നടന്നോ? ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ എക്സ്പോർട്ട് സോൺ, ഇലക്ട്രോണിക് സോൺ, വാളയാർ കഞ്ചിക്കോട്ട് മേഖലയിൽ മറ്റൊരു സോൺ എന്നൊക്കെ പറഞ്ഞ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. വല്ലതും നടന്നോ? കാർഷിക മേഖലയിൽ ഏതെങ്കിലും കാര്യം നടപ്പാക്കാൻ കഴിഞ്ഞോ? യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൽ ഇരുന്നു കൊണ്ട് എന്ത് നടപ്പാക്കി, പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് നടപ്പാക്കി എന്ന താരതമ്യം ചെയ്തു വേണം നമ്മൾ ഒരു 2 പ്രകടന പത്രികയും വിലയിരുത്താൻ. ഈ വിഷുവാണല്ലോ കഴിഞ്ഞത്. കേരളത്തിൽ 1500 പ്രദേശങ്ങളിൽ വിഷരഹിത പച്ചക്കറി ചന്തയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി CPIM എന്ന പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് നടപ്പാക്കിയതാണ്. മാലിന്യ നിർമ്മാർജ്ജനം സംശയം വരുന്നത് നടപ്പാക്കുമെന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം നടപ്പാക്കിയത് ആരാ? ഏറ്റെടുത്ത് നടത്തിയത് ആരാ? അത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ, ഭരിക്കുന്ന ഭരണത്തിന്റെ മെഷീനറികൾ ആകെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയാതെ പോയ അതിനൊക്കെയും മറുപടി വേണ്ടതില്ല. കാരണം നമ്മൾ കേവലം ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കും അപ്പുറത്തേക്ക് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്ന, വിവക്ഷിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. അവിടെയാണ് ഒരു പ്രകടന പത്രികയുടെ പ്രാധാന്യം കൂടി വരുന്നത്. ആ 5 വർഷക്കാലം നടപ്പാക്കിയ സാഹചര്യങ്ങളെ അത് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ശ്രീ PM മനോജ് പറയുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവരെ പ്രകടനപത്രിക എന്താണ്, അവരെന്ത് നടപ്പിലാക്കിയില്ല എന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട്. അത് പറയേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രകടന പത്രികയാണല്ലോ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണല്ലോ വിലയിരുത്തുന്നത്. അല്ല മറ്റു കാര്യങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തി ഇല്ലല്ലോ. ഈ പ്രകടന പത്രിക പ്രായോഗികമായിട്ട്
നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പ്രകടന പദ്ധതിയാണോ? ഇതിൽ പറയുന്നതിന് യാഥാർത്ഥ്യബോധമായിട്ട് ബന്ധമുണ്ടോ? ഈ കാര്യങ്ങളാണല്ലോ നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ ഇപ്പോൾ സെൻട്രൽ ഇഷ്യൂ എന്താണ്? അതായത് 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കണം, അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ഡെവലപ്മെൻറ്റ് വേണം, IT ഡെവലപ്മെൻറ്റ് വേണം, മറ്റു വലിയ ഡെവലപ്മെൻറ്റ് വേണം. നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. ഇതിന് നിങ്ങളുടെ ഈ നേരത്തെ നടത്തിയ പഠന കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ഒരു 50,000 കോടി രൂപയുടെ നിക്ഷേപം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു അടുത്ത 10 വർഷം ഒരു 50,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ ഇത് നടക്കും. ഈ നിക്ഷേപത്തിന് ഈ പണം എവിടെ നിന്ന് വരും? അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. അപ്പോൾ ഇത് ഈ രേഖയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും, അതായത് പഠന കോൺഗ്രസിൻ്റെ രേഖയിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഞങ്ങൾ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് ബദലായിട്ടൊരു പുതിയ ഒരു നിക്ഷേപ സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നു. എന്താണ്? പൊതുനിക്ഷേപവും സാമൂഹ്യ നിയന്ത്രണത്തിലുള്ള നിക്ഷേപവും വർദ്ധിപ്പിച്ചാണ് ഞങ്ങൾ ഈ 50,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുന്നത്. എവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? യെസ്, ശ്രീ കെ എൻ ഗംഗാധരൻ, അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, കാരണം താങ്കൾ അതിലൊക്കെ തന്നെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഞാൻ ആ ചർച്ചയിലെല്ലാം പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. അന്ന് അവിടെ വന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ നികുതി പിരിച്ച് പണം കണ്ടെത്തണം. അതാണ് അദ്ദേഹം കോർപ്പറേറ്റ് പണം എന്തായാലും വേണ്ട എന്ന് വെക്കുകയും മറുവശത്ത് എങ്ങനെയാണ് നികുതി സമാഹരണത്തിലൂടെ ഇത്രയും തുക ഉണ്ടാക്കിയെടുക്കാമെന്ന ഒരു നിർദ്ദേശം അവിടെ വന്നില്ല. കോർപ്പറേറ്റ് മേഖലയെ ആശ്രയിച്ചുള്ളൊരു വികസനം തള്ളിക്കളയുന്നു എന്നവിടെ പറഞ്ഞു. അതേസമയത്ത് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കുന്നത് ഓരോന്നിനും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അത് മുഖേന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മുഖേന സമാഹരണം നടത്തുമെന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. അത് ആ ഭാഗം പ്രകാശ് വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അല്ലല്ല, അതായത് അതിൽ വളരെ വ്യക്തമായിട്ട് രേഖയിൽ പറയുന്നത് നമ്മളൊരു കാര്യം പറയുമ്പോൾ സൗകര്യപൂർവ്വം ചിലത് ഒഴിവാക്കുകയും ചിലത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അല്ലല്ലേ. എന്നാൽ ഇവിടെ വിശദീകരിക്കും. അതായത് 50,000 കോടി രൂപ എവിടെ നിന്നാണ് മൊബിലൈസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയും. ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഇത് പ്രകടനപത്രിക തയ്യാറാക്കിയ ആളുകളും ഇതിൻ്റെ മറ്റ് മേഖലയിലുള്ളവർ അവർ പറയട്ടെ. നമ്മൾ പറയുന്നു ഇവിടെ ഇപ്പോൾ വലിയ വികസനത കൊണ്ടുവരാൻ പോകുന്നു, ഇതിന് പണം വേണം. അതിനൊരു റഫ് എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്ന 50,000 കോടി രൂപയുടെ നിക്ഷേപം വേണം. ഈ നിക്ഷേപം കോർപ്പറേറ്റ്സിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. അവരെ വളരെ ചീത്ത പാർട്ടികളാണ്, അവരുടെ നിക്ഷേപം നമുക്ക് വേണ്ട. നമ്മൾ കോർപ്പറേറ്റുകളുടെ നിക്ഷേപത്തെ ആശ്രയിച്ച് ഈ കോൺഗ്രസ്സുകാർ നടത്തുന്ന പോലെയുള്ള ഏർപ്പാട് നടത്തൂല എന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതിന്റെ തല കൊണ്ടുപോയിട്ട് ഇപ്പൊ അറിയാലോ, കോർപ്പറേറ്റ് നിക്ഷേപം ഒരിക്കലും കേരളത്തിലേക്ക് കടന്നു വരണ്ട എന്ന് ഒരു പഠന കോൺഗ്രസ് നിങ്ങൾ ആ രേഖ എടുത്ത് കോർപ്പറേറ്റുകൾ അപ്പാടെ എതിർത്ത്. അതായത് എങ്ങനെയാണെന്നോ ഇന്ത്യയുടെ അവസ്ഥ. ഈ നരേന്ദ്രമോദി ആദ്യം വിദേശ സന്ദർശനം നടത്തിയപ്പോൾ ഒരു ഭാഗത്ത് അംബാനി ആയിരുന്നു, ഒരു ഭാഗത്ത് അദാനി ആയിരുന്നു. അതായത് രാജ്യത്തിൻ്റെ ഭരണം തന്നെ ഈ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഉള്ളത്. ആ സമയത്ത് കേരളത്തിലേക്ക് ഒരു കോർപ്പറേറ്റ് നിക്ഷേപം വേണ്ട എന്നൊരു സമീപനം എടുത്തു കഴിഞ്ഞാൽ അത് ഈ അടുത്ത 5 വർഷം കുളമാകട്ടെ എന്ന് ധരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പറയാം. അങ്ങനെ രേഖയിലില്ല. ജ്യോതികുമാറിലേക്കും മടങ്ങിയെത്താം.